2047 ആകുമ്പോൾ ഇന്ത്യ സാമ്പത്തിക സൂപ്പർ പവർ ആകുമെന്നാണ് നരേന്ദ്രമോദി സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ചില കണക്കുകളും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ $30 ട്രില്യൺ പക്ഷേ ഇതേ സമയം രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തുകൊണ്ടിരിക്കുകയാണ്, മലച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ അംഗീകരിക്കുന്നു, ജനാധിപത്യം തകരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിദ്വാൻ ഇതല്ലാതെ എപ്പോഴെങ്കിലും സംസാരിച്ച് വിജയ് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ വിരുദ്ധതയല്ലാതെ, രാജ്യവിരുദ്ധതയല്ലാതെ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? അതില് വസ്തുതാ വിരുദ്ധമായി അല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്? അതെ, വസ്തുതകളുണ്ടോ? അല്ല, വിരുദ്ധത, ഇന്ത്യ വിരുദ്ധതയാണെങ്കിൽ സംസാരിക്കാം, വസ്തുത വേണം. ഈ പറഞ്ഞ പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് PPT പ്രസന്റേഷൻ പോലെയൊക്കെ നടത്തി, പവർ പ്ലേ പ്രസന്റേഷൻ ഒക്കെ നടത്തിയല്ലോ. ആ നടത്തിയതിൽ എന്തെങ്കിലും ഏറ്റവും ഒടുവിൽ നടത്തിയതാണ്. അതില് പറയുന്ന വോട്ട് ചോരിയാണെങ്കിൽ, ഈ പറയുന്നതിലാണെങ്കിൽ വസ്തുതകളുണ്ട്, ചില വസ്തുതകളുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം ബിൽഡ് ചെയ്യുന്ന നരേറ്റീവാണ് പ്രശ്നം. അതെ, അതായത് ഒരു മോഷണ കേസ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ 1-2 നടക്കുന്ന മോഷണ കേസ് കാണിച്ചിട്ട് കേരളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ക്രൈം നടക്കുന്ന ഒരു ഇതാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പറഞ്ഞതിൽ അതുപോലെയാണ്. കോൺഗ്രസ് ജയിച്ച ഒരു സംസ്ഥാനങ്ങളിലും വോട്ട് ചോരി പറയാനുണ്ടായിരുന്നില്ലല്ലോ. പറയുമ്പോൾ എല്ലായിടത്തെയും കണക്കുകൾ എടുത്ത് വെച്ച് പറയണം. പറഞ്ഞത് ഇപ്പൊ എന്താണ് അതിന്റെ പേര്, മഹാദേവപുരം, കർണാടകയിലെ, അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഇത്തരത്തിലുള്ള ഒരു അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബോധമില്ലായ്മ. അതായത് പറയുന്നത് പോലും കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിലെ കാര്യമാണ് പറയുന്നത്, BJP ജയിച്ച സ്ഥലങ്ങളിലല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റൊന്ന്, അദ്ദേഹം ജനാധിപത്യം തകർന്നു എന്നുള്ളത് ഇതിനു മുമ്പും ഒക്കെയും പോയി സംസാരിക്കുന്ന കാര്യമാണ്. ഡെമോക്രസി ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെക്കൻ അമേരിക്കയിലുള്ള 4 രാജ്യങ്ങളിൽ തുടർച്ചയായിട്ട് സന്ദർശനം നടത്തുന്നു. അദ്ദേഹം അവിടെ പോയി പറയുന്നു, ജനാധിപത്യം തകർന്നിരിക്കുന്നു, അതിൻ്റെ മേലിൽ കിടന്നുള്ള കളിയാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയുന്നു. അതേ ജനാധിപത്യം ആ ജനാധിപത്യം തകർന്നിട്ടുള്ള ഒരു നാട്ടിൽ ഇപ്പോൾ ഏതാണ്ട് 18ഓളം മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. ജനാധിപത്യം തകർന്ന നാട്ടിലാണ് 18ഓളം മേഖലകളിൽ സ്വയം പര്യാപ്തത ഈ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന രാജ്യം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യം അവിടെ തകർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ജനാധിപത്യം തകർന്ന ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായും അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെതിരെ സാധാരണ രീതിയിൽ BJP വലിയ പ്രതിഷേധമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള തലയ്ക്ക് വെളിവില്ലാത്തതിനെ പിടിച്ച് അകത്തിടണം, ഇല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇത് ഈ രാജ്യത്ത് കാലുകുത്തി നിന്നുകൊണ്ട്, ഈ മണ്ണിൽ കാലുകുത്തി നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ, അത് ഇവിടെ നിന്നല്ല പറയുന്നത്, നമ്മൾ മറ്റേതെങ്കിലും ഒരു നാട്ടിലെ ഏതൊരു നേതാവുമായിക്കോട്ടെ, ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു നേതാവായിക്കോട്ടെ, ആ നേതാവ് വന്ന് ആ രാജ്യം തകർന്നിരിക്കുകയാണ് എന്നുള്ളത് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റായി നമ്മൾ കാണുന്നത്. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു ജനാധിപത്യം. നരേന്ദ്രമോദി ഹിറ്റ്ലറുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നവർ ശരിക്കും ഹിറ്റ്ലർ ഭരണത്തിൽ പോയി താമസിക്കണം, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ പറയുന്നത്, ചേച്ചി പറഞ്ഞതിനോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് ഇടണമെന്നോ ഇല്ല, പ്രതിഷേധം തന്നെയാണ് നടത്തേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞതിനെ തെറ്റായി പ്രൂവ് ചെയ്യുന്ന അപ്പോഴാണ്. ജനാധിപത്യ രാജ്യമാണിത്. പിടിച്ചകത്തിട്ടാൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആൾക്കാർ കോൺഗ്രസ് എന്തായിരിക്കും പറയുന്നത്? പുറത്തു പോയി കുറച്ച് സത്യം പറഞ്ഞതിനാണ് പിടിച്ചകത്തിട്ടത്. പക്ഷേ ഈ സത്യം എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അല്ല, വസ്തുത വിരുദ്ധമായിട്ട് തെളിയിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ മറ്റു സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത്. പക്ഷേ അത് നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന കളങ്കം എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് മാത്രമല്ല, ഈ പലരും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് അനുസൃതമായിട്ട് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. അത് സത്യമാണ് ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയല്ല, മറ്റു പലർക്കും വേണ്ടിയുള്ള പണിയെടുക്കലാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വാക്കുണ്ട്, ഇപ്പോൾ നമ്മൾ സർക്കാരിനെതിരെയല്ല, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യക്കെതിരെയാണ് നമ്മൾ. കാരണം അദ്ദേഹം പറയുന്ന സുപ്രീം കോടതി കറപ്റ്റാണ്, ഇലക്ഷൻ കമ്മീഷൻ കറപ്റ്റാണ്, നമുക്ക് 4 പില്ലേഴ്സ് എന്ന് പറയുമല്ലോ, മീഡിയ എന്ന് പറയുന്നത് 4 ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ, ഗോദി മീഡിയ എന്നവർ പറയുന്ന, ഗോദി മീഡിയ അറിയായിരിക്കുമല്ലോ, മോദിയുടെ മീഡിയ ആയിട്ടുള്ള ഗോദി മീഡിയ. അങ്ങനെ പാർലമെന്റ് എന്ന് പറയുന്നത് അങ്ങേറ്റം കറപ്റ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അങ്ങോട്ട് മാറ്റി വോട്ട് ചെയ്ത ഒരാൾക്കാരെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റിനോടാണ് എൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തന്നെയാണ്.
രാഹുൽ ഗാന്ധി, അത് ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി പറയുന്ന വാക്ക് വിലക്കെടുക്കാൻ ആർക്ക് കഴിയും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിൽ നിന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾ മുഖവിലക്കെടുക്കും. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യവും നമ്മൾ മുഖവിലക്കെടുക്കാറില്ല. പക്ഷേ കോൺഗ്രസ് ആരും എടുക്കാറില്ല. പക്ഷേ ഈ ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പുറത്തുപോയി ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തുമ്പോൾ അത് ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയെ അവിടെ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ കൂടി വരാമെന്നുള്ള, ചേർന്നുകൊള്ളാം എന്ന് പല രാജ്യങ്ങൾക്കും തോന്നിയാൽ, അവർക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കാമെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും നോക്കാനില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പലയിടങ്ങളിലുമൊക്കെ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല നാടുകളും ഈ ഡീപ് സ്റ്റേറ്റ് വിചാരിച്ച് തകർന്നടിഞ്ഞ് മണ്ണടിഞ്ഞു പോയിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലും ഈ നാട് ഇത്രയും വർഷം കൊണ്ട് ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. പിന്നെ നമുക്ക് പ്രതിഷേധിക്കുന്നതിനും ഒരു രീതിയുണ്ട്, ഒരു മാന്യതയുണ്ട്, അതിനൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. 70 വർഷം ഇവിടെ ഭരിച്ചപ്പോൾ ഇവിടെ ഈ പറയുന്ന ജനാധിപത്യം തകർന്നു കിടക്കുകയല്ലായിരുന്നു. നമ്മുടെ ജവാന്മാരുടെ ജീവൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ബലി കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ജനാധിപത്യം തകർക്കപ്പെട്ടിട്ടില്ലേ? ഇവിടെ എന്താണ് ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്? ശരിയാണ്, ചില വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. ജവാന്മാരുടെ ശവപ്പെട്ടിയിൽ വരെ അഴിമതി കാണിച്ചവന്മാരാണ്. അതെ, എന്നിട്ടാണ് ഇവർ വന്നിരുന്ന് ഇപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കൊളംബിയ, ബ്രസീൽ, പെറു, ചിലി എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലുമൊക്കെ രാഹുൽ ഗാന്ധി പോയി പ്രസംഗിക്കുകയാണ്, ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നു. പക്ഷേ പുറം രാജ്യങ്ങളിലുള്ള തിരിച്ചറിയുന്ന എന്താ പറയുക, ഇന്ത്യയുടെ അന്തസ്സ് തിരിച്ചറിയുന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ അന്തസ്സ് ആ രാജ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയാണ് വരുന്ന ഇക്കോണമി, അല്ലെങ്കിൽ വരുന്ന ഭാവി കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഒരു നിസ്സാര കാര്യം പറഞ്ഞു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഞാനൊരു റീല് കണ്ടു, എക്സാക്ട് അത് നടന്നിട്ടുള്ള ഒന്നുമല്ല, ഞാൻ നോക്കിയതാണ്. അപ്പോൾ അതിൽ കണ്ടത് നമ്മുടെ വിദേശത്തൊരു പരിപാടിയിൽ, എനിക്ക് തോന്നുന്നു റഷ്യയിൽ തന്നെയായിരിക്കാം, അവിടെ പുടിൻ നടന്നു വരികയാണ്. വലിയ ഹാളിൽ വലിയൊരു പരിപാടിയാണ്, നിറയെ ആളുകളുണ്ട്. അവിടെ നമ്മുടെ നാഷണൽ ആന്തം പാടുകയാണ്. ഉടനെ പുടിൻ സ്റ്റാൻഡ് ബൈ. അദ്ദേഹം നമ്മൾ എങ്ങനെ ആ നാഷണൽ ആന്തത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു, അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. എണീക്കാതിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം എണീറ്റ് നിൽക്കണമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് ഈ വ്യക്തിക്ക് അസ്വസ്ഥതയാണ്. പക്ഷേ റഷ്യ എന്ന് പറയുന്ന ഒരു ലോക എന്താ പറയുക സാമ്രാജ്യ ശക്തിയോട് ആ ഒരു രാജ്യം നമ്മളെ മാനിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത്തരത്തിലുള്ള തേർഡ് റേറ്റ് പരിപാടികൾ, ആ പരിപാടികൾ നമ്മുടെ രാജ്യത്തിന് കളങ്കമല്ലേ? പറയണമെങ്കിൽ, തിരുത്തണമെങ്കിൽ അത് രാജ്യത്തിനകത്ത് നിന്ന് തിരുത്തണം. അതല്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയി ആരെങ്കിലും പണം തരും. ഇദ്ദേഹം പറയുന്നത് ആരും കേൾക്കുന്നില്ല. ഈ വോട്ട് ചോരി എന്നൊക്കെ പറയുന്നത് ഇവിടെ വി ഡി സതീശൻ പോലും ഏറ്റെടുത്തില്ല വോട്ട് ചോരിയൊക്കെ. അതെ, അത് നനഞ്ഞ പടക്കമായി. കാരണം ഒന്നില്ലെങ്കിൽ ഇതിന്റെ വിഹിതം ഇവരിലേക്കും കിട്ടണം. ഇത് കൃത്യമായിട്ട് ഈ ഒരു എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്തെന്ന് അറിയാമോ? ഇവരിൽ രാഹുൽ ഗാന്ധിയേക്കാൾ 10 മടങ്ങ് മിടുക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. ഈ പാർട്ടിയെ നയിക്കാനാണ്, ശക്തമായ നട്ടലുള്ള പ്രതിപക്ഷമാക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഈ പറയുന്ന അല്പബുദ്ധിക്കാരനെ വലിയ നേതാവായിട്ട് അംഗീകരിക്കേണ്ട ഗതികേടാണ്. കാരണം ഇദ്ദേഹം രാജകുമാരനാണ്. അതെ, രാജകുമാരനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 2030 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ രാജ്യത്തിന് $2 ട്രില്യൺ വരുമാനം ഉണ്ടാക്കാനുള്ള 18 മേഖലകളെ തിരിച്ചറിഞ്ഞാണ് ഇപ്പൊ സ്വയം പര്യാപ്തത നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ഇനി പോകെ നമ്മൾ ചെറിയ കാര്യങ്ങളല്ല, സെമി കണ്ടക്ടർ ചിപ്പുകൾ, പ്രതിരോധം, ഹരിത ഊർജം, കൃഷി, ബഹിരാകാശം, ഉൽപാദനം തുടങ്ങിയ മേഖലകളിലൊക്കെയും നമ്മൾ മുന്നേറ്റം കൈവരിക്കാൻ പോവുകയാണ്. നമ്മൾ നോക്കണം, നാസ പോലുള്ളൊരു ബഹിരാകാശ ഏജൻസിയുടെ പ്രവർത്തനം അമേരിക്ക പോലൊരു രാജ്യത്ത് ഫണ്ടില്ലാത്തത് കൊണ്ട് മാത്രം നിർത്തിവെക്കേണ്ടി വന്നു, നാസയുടെ പ്രവർത്തനം. പക്ഷെ ഇപ്പോഴും ഇത്രയൊക്കെ അപമാനിക്കപ്പെടുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പ്രതിരോധ രംഗത്തും ബഹിരാകാശ രംഗത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കൈക്കൊള്ളുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊന്നും കാണാതെ പോകുന്നത്? ഇത് കാണാതെ പോകുന്നതല്ലോ. അപ്പം മനസ്സിലാക്കാൻ കഴിയുമോ നമുക്കത്? അത് പലർക്കും വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഒരു സംസാരമാണ്. മറ്റുള്ളവരുടെ നാവാകുക എന്നുള്ളത്, മറ്റുള്ളവരുടെ നാവാകുന്നത് ഒരു പൊളിറ്റീഷ്യന് നല്ലതാണ്. കാരണം അവന്റെ ജീവിതത്തിൽ ഒരു ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കെ കഴിയണം. അല്ലാതെ
ഒരു രാജ്യം മുഴുവൻ വാങ്ങിക്കൂട്ടാനുള്ള പണം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം കൂടി വാങ്ങിക്കൂട്ടാനുള്ള പണം പല ബാങ്കുകളിലും അക്കൗണ്ടുകളിലും പല നിക്ഷേപങ്ങളിലുമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ല സംസാരിക്കേണ്ടത്. അതായത് ഡീപ് സ്റ്റേറ്റിൻ്റെ നാവായിട്ട് അല്ല പ്രവർത്തിക്കേണ്ടത്, ഒരു സാധാരണക്കാരൻ്റെ നാവായിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. രാഹുൽ ഗാന്ധി ഈ പറയുന്ന വോട്ട് ചോരി കഴിഞ്ഞിട്ട് ഒരു യാത്ര നടത്തിയുള്ള പേര് പോലും ഓർമ്മ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നടന്നതും ആരും അറിഞ്ഞില്ല, തീർന്നതും ആരും അറിഞ്ഞില്ല. കുട്ടിനിക്കറിയിട്ടും മലേഷ്യയിൽ പോകുന്നുണ്ട്. മലേഷ്യയിൽ പോയപ്പോൾ അടുത്ത ആരോപണം വരുന്നു, സോറോസിന്റെ മോനെ കണ്ടു, സാക്കിർ നായിക്കിനെ കണ്ടു എന്നൊക്കെ. ഈ രാജ്യവിരുദ്ധരായിട്ടുള്ളവരെ മാത്രം കാണാനേ രാഹുൽ ഗാന്ധിക്ക് കണ്ണുകളുള്ളോ? സംസാരിക്കാനുള്ള ശേഷിയുള്ളോ? ഇതിൽ എത്രയോ ഭേദമാണ് ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത് രണ്ടും വന്നത് ഒരേ വീട്ടിൽ നിന്നായതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ഭയമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനെതിരെ കേസ് കൊടുത്ത് വീണ്ടും ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട്, ഒരു ഉളുപ്പുമില്ലല്ലോ മാപ്പ് പറയാൻ. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതവണ പറയാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ പലതവണ മാപ്പ് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിനെതിരെ എന്തായാലും, അതായത് ഇത്രത്തോളം രാജ്യവിരുദ്ധത പുറത്തുപോയി പ്രചരിപ്പിക്കുന്നതിനെതിരെ എന്തായാലും എന്തെങ്കിലും ഒരു നടപടി, അല്ലെങ്കിൽ അദ്ദേഹം ഇത് തെളിയിക്കണം. ഈ ഡെമോക്രസി ഇവിടെ നിലച്ചുപോയി, ചത്തുപോയി എന്നുള്ളത് അദ്ദേഹം തെളിയിക്കണം. ഈ ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിച്ചപ്പോ രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവിടെ എന്റെ ഇത് ജനങ്ങളുടെ മുമ്പിലാണ് എന്റെ തെളിവ്, അതായത് ഇതാണ് രേഖ. ഇതില് ഇദ്ദേഹത്തിനെ പിടിച്ച് അകത്തിടേണ്ട കാര്യമോ ഒന്നുമില്ല, നടപടി എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇദ്ദേഹം പറഞ്ഞതിന് ഏറ്റവും വിപരീതം, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നും അത് തെളിയിക്കുന്നത് എന്താണ്? ഇദ്ദേഹം ഇതുപോലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം, ഒരു കുഴപ്പമില്ലാതെ, ഒരു അറസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, അദ്ദേഹത്തിന് മാന്യമായിട്ട് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞതെല്ലാം തെറ്റാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ ഏറ്റവും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന BJP-കാരുടെ കുറേ പ്രതിഷേധം മാത്രമായിരിക്കും. അത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിന് തന്നെ ഇദ്ദേഹം എന്താണ് തെറ്റാണെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.